السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. സുഖപ്രസവത്തിലൂടെ സ്വാലിഹായ സന്താനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ദർസ് ഫണ്ടിലേക്ക് 2500 രൂപ, 10ാം ക്ലാസ് പരീക്ഷയിൽ വിജയം നേടാൻ 500 രൂപ, കുഞ്ഞാമത് ആജിയുടെ പരലോകണത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു ദിവസത്തെ ഭക്ഷണം, ബാംഗ്ലൂരിലുള്ള ഒരു സഹോദരൻ താൻ അകപ്പെട്ട കേസിൽ നിന്ന് രക്ഷപ്പെടാൻ 10,000 രൂപ ദർസിലേക്ക്, ഒരു സഹോദരൻ 100 രൂപ, നമ്മുടെ പ്രിയങ്കനായ അബ്ദുൽ ഖാദറാജി രോഗിയായി വളരെ അവശനായി കിടക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ശിഫ കൊടുക്കട്ടെ. ഇവിടെ സംഭാവന ചെയ്ത മുഴുവൻ ആളുകളിൽ നിന്നും അള്ളാഹു സംഭാവന സ്വീകരിച്ചുകൊണ്ട് അവരുടെയും നമ്മളുടെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റി തരട്ടെ. എല്ലാ രോഗങ്ങളും അള്ളാഹു ശിഫയാക്കി തരട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ. അവരിൽ നമ്മളിൽ നിന്നൊക്കെ മരിച്ചുപോയ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന പ്രിയങ്കനായ ബാവാജി അടക്കമുള്ള സഹോദരന്മാർ, സഹോദരിമാർ, എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവരിൽ ആരെങ്കിലും എന്തിന്റെങ്കിലും പേരിൽ അദാബ് സഹിക്കുന്നുവെങ്കിൽ അള്ളാഹു അവരെ തൊട്ട് അദാബ് ഒഴിവാക്കി കൊടുക്കട്ടെ. അള്ളാഹുരുടെ ഖബർ പ്രകാശമാക്കുകയും പ്രവിശാലമാക്കുകയും ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളക്ഷാമം രൂക്ഷമായി തുടരുകയാണ്. 1-2 ദിവസങ്ങളിലായി പല ഭാഗങ്ങളിലും ശക്തി കുറഞ്ഞതും ശക്തിയായതുമൊക്കെ മഴ പെയ്തുവെങ്കിലും കുടിവെള്ളത്തിന്റെ പ്രയാസവും ക്ഷാമവും പല ഭാഗങ്ങളിലും ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭൂമിയിൽ കൂടുതലും കടലാണ്. കര വളരെ വിരളമാണ്. ആ കരയിൽ തന്നെ 90% ജലത്തിന്റെ ഈർപ്പമുള്ള സ്ഥലമാണ്. ആ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ അപേക്ഷിച്ചിടത്തോളം മനുഷ്യന്റെ നിലനിൽപ്പിൽ, ഭൗതികമായ നിലനിൽപ്പിന്റെ മുഖ്യനാണ് വെള്ളം എന്ന കാര്യത്തിൽ പക്ഷാന്തരമില്ല. പലപ്പോഴും ആക്സിഡന്റിൽ എല്ലൊടിഞ്ഞാൽ മനുഷ്യൻ മരിക്കൂല, അത് ശരിപ്പെട്ടുകൊണ്ട് രക്ഷപ്പെടാറുണ്ട്. നരമ്പ് അറ്റുപോയാൽ അവിടെയും നന്നാക്കാനുള്ള ചികിത്സകളുണ്ട്, രക്ഷപ്പെടാറുണ്ട്. പക്ഷേ രക്തം വറ്റിയാൽ, രക്തം വാർന്ന് മരിച്ചു എന്നത് എപ്പോഴും കേൾക്കുന്ന റിപ്പോർട്ടാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ഭൗതികമായ നിലനിൽപ്പിന് വെള്ളം എന്ന് പറയുന്ന വകുപ്പ്, അത് രക്തമാവട്ടെ വേറെ ഏതാകട്ടെ, മനുഷ്യന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമുള്ള ഒരു ഘടകമാണ്. മാഗ് എന്നതിലെ മീമും മനുഷ്യനെന്ന് ഉപയോഗിക്കപ്പെടുന്ന മർഅ് എന്നതിലെ മീമും തമ്മിൽ വിട്ടുപിരിയാൻ കഴിയാത്ത അഭേദ്യമായ ബന്ധമാണ് എന്നത് നമുക്കറിയാം. ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വരുന്നത് വെള്ളത്തിൽ നിന്നാണ്. സൂറത്തുൽ അംബിയായിലെ 30-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, മനുഷ്യൻ എന്ന് മാത്രമല്ല ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും ഉത്ഭവം അത് വെള്ളത്തിൽ നിന്നാണ് എന്ന് വിശുദ്ധമായിട്ടുള്ള ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ വസ്തുക്കളുടെയും ഉത്ഭവം അത് വെള്ളത്തിൽ നിന്നാണ്. ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ കുറെ ഭൂമിയുടെ അടിയിലേക്ക് പോയാൽ കുറെ മരത്തിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ സൃഷ്ടിപ്പ് ശൈലി ഹുബൂത്ത എന്ന് പറഞ്ഞാൽ താഴേക്ക് ഇറങ്ങി വരലാണ്. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹപ്രകാരം ഇറങ്ങുന്ന വെള്ളങ്ങളിൽ നിന്ന് കുറെ മരത്തിന്റെ ഉച്ചിയിൽ വരെ മുകളിലേക്ക് കയറി പോവുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും മരം പിഴിഞ്ഞാൽ, ഇല പിഴിഞ്ഞാൽ, അതുപോലെ പഴം പിഴിഞ്ഞാൽ നമുക്ക് ചാറ് വരുന്നത്, ജ്യൂസായി കുടിക്കുന്നത് വെള്ളം വലിച്ചെടുത്തത് കൊണ്ടാണ്. എല്ലാ ജീവനുള്ള വസ്തുക്കളെയും, പല വസ്തുക്കളെയും അതിന്റെ ഉത്ഭവം വെള്ളത്തിൽ നിന്നാണ്. അതിന്റെ മുഖ്യ ഘടകം വെള്ളമാണ്. അതുകൊണ്ടാണ് നാം പലപ്പോഴും എല്ലാ ദിവസങ്ങളിലും പാരായണം ചെയ്യാൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട ഒരുപാട് സൂറത്തുകളിൽ 2 സൂറത്താണെന്ന് സൂറത്തുൽ വാഖിഅ, 2 സൂറത്തുൽ മുൽക്ക്. ഈ 2 സൂറത്തിലും അല്ലാഹു വെള്ളത്തെക്കുറിച്ച് മനസ്സിൽ തട്ടുന്ന രീതിയിൽ വളരെ ഗൗരവമായിട്ട് നമ്മുടെ 2 സൂറത്തിലും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു ചോദിക്കുകയാണ്, അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. മേഘപ്പാളികളിൽ നിന്ന് വെള്ളമാകുന്ന മഴയിറക്കുന്നത് നിങ്ങളാണോ അതോ നമ്മളാണോ? സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു ചോദിക്കുകയാണ്, അഅൻസൽതും മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങളാണോ മേഘത്തിൽ നിന്ന് മഴയിറക്കുന്നത് അതോ നമ്മളാണോ? എന്നിട്ട് അല്ലാഹു പറയുകയാണ്, നമ്മളെങ്ങാനും ഇറക്കുന്ന വെള്ളത്തെ ഉപ്പുവെള്ളമാക്കി മാറ്റിയാൽ എന്നല്ലാഹു ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് തടഞ്ഞു നിർത്തുകയാണ്. കടലിൽ ധാരാളം വെള്ളമുണ്ട്. ഇതാ ക്ഷാമം രൂക്ഷമാകുന്ന സമയത്ത് കടലിലെ വെള്ളം ഉപ്പുവെള്ളമല്ലായിരുന്നുവെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതിയായിരുന്നു. പക്ഷേ കടലിലെ വെള്ളം കുടിക്കാൻ പറ്റൂല. അത് ഉപ്പുവെള്ളമാണ്. ഇങ്ങനൊരു സാമ്പിൾ മുമ്പിൽ കാണിച്ചു തന്നുകൊണ്ട് പടച്ചവൻ പറയുകയാണ്, ഇവിടെ ഇറക്കുന്ന എല്ലാ വെള്ളവും കുഴിയിലുള്ള, തടാകത്തിലുള്ള, കിണറ്റിലുള്ള, കുളത്തിലുള്ള സകല വെള്ളവും നമ്മളങ്ങ് കടലിലെ വെള്ളത്തെ പോലെ ഉപ്പുവെള്ളമാക്കിയാൽ നിങ്ങൾ എന്താണ് ചെയ്യുക എന്ന് അല്ലാഹു നമ്മെ ചോദിക്കുകയാണ്. വെള്ളക്കാണ്ട് ഉപ്പുവെള്ളാക്കി എന്താ നിങ്ങൾ ചെയ്യാം? എന്താ ചെയ്യാ? ഒന്നും ചെയ്യാൻ പറ്റൂല. ഒരു ഗവൺമെന്റിനൊന്നും ചെയ്യാൻ പറ്റൂല. വെള്ളക്കാണ്ട് ഉപ്പുവെള്ളായി ആര് എന്ത് ചെയ്യും? എവിടെ പോയിട്ട് എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റൂല. എന്നിട്ട് സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു തആല എങ്ങനെ അവസാനിപ്പിക്കുന്ന അറിയോ? കുറച്ചുകൂടി കടുപ്പപ്പെട്ട രൂപത്തിലാണ്. ഇതിനേക്കാൾ ഒന്നും കൂടി സ്വരം ഊർജിതമാക്കി അല്ലെങ്കിൽ ശക്തമാക്കി അല്ലാഹു പറയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. അല്ല കൂട്ടരെ, ഭൂമിയിലുള്ള വെള്ളം നമ്മൾ കണ്ട് വറ്റിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾ എന്താ കാട്ടുക? സുബ്ഹാനല്ലാഹ്. ഖുർആന്റെ ഈ ആയത്ത് നെഞ്ഞത്തടിക്കുന്ന സമയമാണിത്. ഖുർആനിന്റെ ഈ ആയത്ത് നെഞ്ചിൽ ചൊറിയുന്ന സമയമാണിത്. ഖുർആനിന്റെ ഈ ആയത്തിന്റെ ആശയ ഗാംഭീര്യം ബ്രെയിനിലേക്ക് തുളച്ചു കയറുന്ന സമയമാണിത്. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. സൂറത്തുൽ മുൽക്ക് തബാറക സൂറത്ത് അവസാനിക്കുന്നത് ഈ ആയത്തുകൊണ്ടാണ്. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ. നിങ്ങളിപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുഴൽ കിണറ കൊണ്ട് ഉള്ളിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന വെള്ളം നിങ്ങൾ വലിച്ചെടുക്കുന്ന പാറപ്പാളിയിൽ നിന്ന് നമ്മളങ്ങ് വറ്റിച്ചാൽ, ഭൂമിയിൽ നിന്നങ്ങ് വറ്റിച്ചാൽ നിങ്ങൾ എങ്ങോട്ടാണ് തെണ്ടുക? തെണ്ടിന്ന് വിളിച്ചെന്ന് പറയരുത് കേട്ടോ. നീ തെണ്ടിന്ന് വിളിച്ചെന്ന് പറയരുത് കേട്ടോ. ഒരു വാപ്പാന്ന് വിളിക്കുമ്പോത്തിന് വാപ്പാനെ പറഞ്ഞു, ഉമ്മാന്ന് വിളിക്കുമ്പോത്തിന് ഉമ്മാനെ പറഞ്ഞു. തെണ്ടുക എന്ന് പറയുമ്പോ തെണ്ടി എന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ ഉസ്താദ് തെണ്ടിന്ന് വിളിച്ചെന്ന് പറയരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നിങ്ങളെങ്ങോ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കളവ് പറഞ്ഞ് പരത്തുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ആരും വിഷമത്തിലകപ്പെടാനോ ഷറിലകപ്പെടാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ സ്വകാര്യമായും പരസ്യമായും എന്നെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനഃപൂർവ്വം തെറ്റിദ്ധാരണ ഉണ്ടാക്കി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്തോ വ്യക്തിപരമായ ദീന് ദഅവത്ത് നടത്തി എന്ന കാരണത്താൽ, പലിശക്കെതിരെ പ്രസംഗിച്ചു എന്ന കാരണത്താൽ, ആഭാസത്തിനെതിരെ പ്രസംഗിച്ചു എന്ന കാരണത്താൽ, ഫിത്നക്കെതിരെ പ്രസംഗിച്ചു എന്ന കാരണത്താൽ, ഫസാദിനെതിരെ പ്രസംഗിച്ചു എന്ന കാരണത്താൽ വേറെ ഒന്നുമില്ല റബ്ബേ, എനിക്കറിയാം. വേറെ ഒന്നുമില്ല. എതിർക്കുന്ന ആളുകൾക്ക് വേറെ ഒന്നുമില്ല. ഞങ്ങൾ തമ്മിൽ വേറെ വിരോധമില്ല. അതും എനിക്കറിയാം. നിന്റെ ദീന് പറഞ്ഞു എന്ന കാരണത്താലാണ്.
അതിന്റെ ബർക്കത്തുകൊണ്ട് എന്റെ ദോഷങ്ങൾ പുറത്തു തന്നെ റബ്ബേ. അല്ലാഹുവേ അല്ലാഹുവേ അവരെ ഞങ്ങളൊക്കെ ആരാണെങ്കിലും എവിടെയാണെങ്കിലും നീ നന്നാക്കി തരണേ തമ്പുരാനെ. വെറുതെ മനുഷ്യനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു പരത്തി ബാപ്പാനിട്ട് പറഞ്ഞു, ഉമ്മാനിട്ട് പറഞ്ഞു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് സമൂഹത്തിനിടയിൽ സ്വാലിഹ്യങ്ങളെ പോലും വസ്വാസാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന മുഴുവൻ ആളുകളെയും ആവശ്യമില്ലാത്ത വാക്കുകളിൽ നിന്നും പെരുമാറ്റങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെയും അവരുടെയും സകല ദോഷങ്ങളെയും പുറത്തു തന്നെ തമ്പുരാനെ. ഇവിടെ കണ്ടോ, എങ്ങോട്ടാ നിങ്ങൾ പോവുക, എന്താ നിങ്ങൾ ചെയ്യാ, എന്താ നിങ്ങൾ ചെയ്യാ? വിശുദ്ധ ഖുർആന്റെ ചോദ്യമാണ്. قل رأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين. നമ്മൾ ഭൂമിയിലുള്ള വെള്ളം അങ്ങ് വറ്റിച്ചാൽ, നമ്മൾ ഭൂമിയിലുള്ള വെള്ളമൊക്കെ അങ്ങ് കൊണ്ടുപോയാൽ നിങ്ങൾ എന്താണ് ചെയ്യുക എന്ന് വിശുദ്ധ ഖുർആന് പറയുകയാണ്. ഇനി ചിന്തിക്കണേ, ഇവിടെ പഠനബോധത്തിലൂടെ എന്റെ അക്ഷരങ്ങൾ കേൾക്കുന്നവരുണ്ട്, അവരുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ ഇട്ടു തരികയാണ്. എന്ന് സൂറത്തുൽ അംബിയായിൽ അല്ലാഹു പറയുകയാണ്, എല്ലാ ജീവനുള്ള വസ്തുക്കളെയും നാം വെള്ളത്തിൽ നിന്നാണ് ഉണ്ടാക്കിയത്, വെള്ളത്തിൽ നിന്നാണ് ജാലി ചെയ്തത് എന്ന് പറയുമ്പോ ഇവിടെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്താണ് എല്ലാത്തിനെയും വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചത്? അത് അള്ളാന്റെ കുദറത്ത് വിളിച്ചോതാനാ. പാറയിൽ നിന്ന് സൃഷ്ടിക്കാൻ എളുപ്പമാണ്, മരത്തിൽ നിന്ന് ഒരു വസ്തുവിനെ ഉണ്ടാക്കാൻ എളുപ്പമാണ്, കമ്പിയിൽ നിന്നൊരു വസ്തുവിനെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. എന്നാൽ വെള്ളം കയ്യിൽ ഒതുങ്ങൂല. കാരണം വെള്ളം വിധാനം പ്രാപിക്കുന്ന സൃഷ്ടിയാണ്. ആ വെള്ളത്തിൽ നിന്നൊരു വസ്തുവിനെ ഉണ്ടാക്കുക എന്നത് വളരെ പ്രയാസമാണ്. അങ്ങനെയുള്ള ലോലമായ മൃദുലമായ വിധാനം പ്രാപിക്കുന്ന വെള്ളത്തിൽ നിന്ന് ഈ എല്ലാ സൃഷ്ടികളെയും അല്ലാഹു സൃഷ്ടിച്ചു എന്ന് ഖുർആന് പറഞ്ഞാൽ ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്നതിന്റെ തെളിവാണ്. വെള്ളത്തിൽ നിന്നൊരു സാധനത്തിന് ഉണ്ടാക്കാൻ കഴിയില്ല. അരിപ്പൊടിയിൽ നിന്ന് ഉണ്ടാക്കാം, മൈദപ്പൊടിയിൽ നിന്ന് ഉണ്ടാക്കാം, പാറയിൽ നിന്ന് ഉണ്ടാക്കാം, ഇരുമ്പിൽ നിന്ന് ഉണ്ടാക്കാം. പക്ഷെ വെള്ളത്തിൽ നിന്ന് ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റുമോ? വെള്ളം കയ്യിൽ നിൽക്കുമോ? അതാണ് വെള്ളത്തിൽ നിന്ന് എല്ലാത്തിനെയും ഉണ്ടാക്കി അള്ളാഹുവിന്റെ കുദറത്ത് വിളംബരം ചെയ്യാനാണ്. ആ വെള്ളമാകട്ടെ മനുഷ്യന്റെ ശരീരവുമായി അവന്റെ ജസദിയ, അവന്റെ ശാരീരിക നിലനിൽപ്പിന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. മനുഷ്യന് വന്നത് വെള്ളത്തിൽ നിന്ന്. മനുഷ്യന് വരുമ്പോൾ വെള്ളം കണ്ണിൽ നിന്ന് തന്നുകൊണ്ടാ വന്നത്, അല്ലെ? ഒരു കുട്ടിയുടെ കണ്ണിൽ നിന്ന് വെള്ളം ചാടിയിട്ടാണ് ദുനിയാവിലേക്ക് കുട്ടി കടന്നു വരുന്നത്. പിന്നീട് കുട്ടി കരച്ചിൽ തന്നെയാണ് പണി, വെള്ളമാണ് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി കുട്ടിയുടെ സമയമെത്തിയിട്ട് വളർന്ന് വലുതായിട്ട് മരിച്ചു പോയാൽ ആ കുട്ടിയുടെ പേരിൽ നമ്മൾ കരഞ്ഞുകൊണ്ട് വെള്ളം അവന് വേണ്ടി കൊടുക്കുകയാണ്. ഇവിടെ വെള്ളം തന്നെ ഭക്ഷണത്തിനേക്കാൾ മനുഷ്യ ശരീരത്തോട് പ്രധാനമായത് വെള്ളമാണ്. പക്ഷെ പലപ്പോഴും ഭക്ഷണത്തിന്റെ അഭാവം നികത്തുന്നത് വെള്ളം കൊണ്ടാണ്. ഒരാൾക്ക് നല്ലോണം അങ്ങോട്ട് വിശന്നോ, അല്ലേ? മിഞ്ഞാന്ന് ഞാൻ കർണാടകയിലേക്ക് വാതിന് പോകുമ്പോ രാവിലെ കാര്യമായിട്ട് നാസ്താക്കിയില്ല, ഉച്ചക്ക് തീരെ ഭക്ഷണം കഴിച്ചില്ല. ഞാൻ കർണാടകയിൽ എത്തുന്നത് 9 മണിക്കാണ്. പക്ഷേ ഞാൻ പിടിച്ചത് ഒരു കുപ്പി വെള്ളം കൊണ്ടാണ്. കാരണം ഭക്ഷണം ഇല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ അഭാവം എന്തുകൊണ്ട് നികത്താൻ പറ്റും? വെള്ളം കൊണ്ട് നികത്താൻ പറ്റും. പക്ഷേ വെള്ളത്തിന്റെ അഭാവം ഭക്ഷണം കൊണ്ട് നികത്താൻ പറ്റുമോ? നല്ലോണം ദാഹിക്കുന്ന സമയത്ത് ഒരാൾ വരാം, 2 പൊറാട്ട അടിച്ചാ എന്തേ ദാഹിക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റുമോ? പിന്നെ ചിലപ്പം വിശക്കുന്ന ആളും പറയും, എനിക്ക് ഭക്ഷണം വേണ്ട, എന്തേ? ഭക്ഷണം കഴിച്ചാൽ വെള്ളത്തിന് ദാഹിക്കുള്ളൂ. വെള്ളം കിട്ടൂല എന്ന് പേടിച്ചിട്ട് ഭക്ഷണം ഒഴിവാക്കലുണ്ട്. പക്ഷെ ഭക്ഷണം കിട്ടൂല എന്ന് പേടിച്ചിട്ട് എന്ത് ഒഴിവാക്കലില്ല? നിങ്ങൾക്ക് മനസ്സിലായണില്ലേ? വെള്ളം കിട്ടൂല എന്ന് പേടിച്ചിട്ട് എന്തൊഴിവാക്കലുണ്ട്? ഭക്ഷണം ഒഴിവാക്കലുണ്ട്. ഭക്ഷണം കിട്ടൂല എന്ന് പേടിച്ചിട്ട് എന്തൊഴിവാക്കലില്ല? വെള്ളം ഒഴിവാക്കലില്ല. അത്ര ഭക്ഷണത്തിനേക്കാൾ മനുഷ്യ ശരീരത്തോട് പ്രധാനപ്പെട്ടാണ് വെള്ളം. ഇനി 2 ലോകത്തും ആഖിറത്തിലും ദുനിയാവിലും അള്ളാഹു ഏറ്റവും വലിയ നിഅമത്തിൽ ഒന്നെടുത്ത് പറയുന്നത് വെള്ളമാണ്. ദുനിയാവിൽ സംസം, ആഖിറത്തിൽ ഹൗദുൽ കൗസർ. കണ്ടോ? പരിശുദ്ധമായിട്ടുള്ള ഖുർആനിൽ സ്വർഗത്തെ കുറിച്ച് എവിടെ ചർച്ച ചെയ്തോ അവിടെയൊക്കെ ഭക്ഷണം പറഞ്ഞിട്ടില്ല, വെള്ളം പറഞ്ഞിട്ടുണ്ട്. എവിടെയും പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ.
അടിവാരങ്ങളിലൂടെ കളകളാരവം മുഴക്കിയൊഴുകുന്ന അരുവികളാൽ സമൃദ്ധമായ സ്വർഗീയ പൂങ്കാവനത്തിന്റെ ഞാമത്ത് വിശുദ്ധ ഖുർആൻ എവിടെയും പറയുമ്പോ വിശുദ്ധ ഖുർആനിന്റെ 6000 ചില്ലാൻ ആയത്തുകളിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യന്റെ മനസ്സില് അറിയാതെ മനഃപ്പാടമാകുന്ന ഒരു ഭാഗമാണ് തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. ഇത് ഖുർആൻ സ്വർഗം എവിടെയാ പറയുന്നത് അവിടൊക്കെ അടിക്കടിക്ക് പറഞ്ഞ വാക്കാണ്. കാരണം സ്വർഗത്തിൽ വരെ ജലസാന്നിധ്യം അല്ലാഹു എടുത്തു പറയുകയാണ്. ആ സ്വർഗത്തിൽ വരെ എങ്ങനെയാണ്? എന്നാൽ നരകത്തിലുണ്ട് വെള്ളം. ദുനിയാവിലെ നമുക്ക് എല്ലാ ആവശ്യത്തിനും വെള്ളം വേണം. പക്ഷെ നരകത്തിലും ദുനിയാവിലും ആഖിറത്തിലും ദുനിയാവിലും വേറെ ഐറ്റം വെള്ളമുണ്ട്, അദാബിന്റെ വെള്ളം. അതേതാ? ഇവിടെ ഇപ്പൊ പെട്രോൾ ഉണ്ടല്ലോ, ഡീസൽ ഉണ്ടല്ലോ, ദാഹിച്ച കുടിക്കാൻ പറ്റുമോ? പറ്റുമോ? വെള്ളാണത്. മണ്ണെണ്ണ കുടിക്കാൻ പറ്റുമോ? ഒരു കുടുംബത്തിന്റെ ഒരു നാടിന്റെ മൊത്തം തകർച്ച ഒരു കുറഞ്ഞ പെട്രോൾ കൊണ്ട് മതി അല്ലെ? എന്നതുപോലെ ആഖിറത്തിൽ വെള്ളമുണ്ട്. അതിനാണ് ഹമീം എന്ന് പറയാം. അത് കുടിക്കാൻ തരും. സംഗതി വെള്ളമാണ്, കുടിക്കാൻ തരും. സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ കഹ്ഫിൽ തന്നെ പറഞ്ഞില്ലേ, വയസ്തഗീസൂ യുഗാസൂ ബിമാഇൻ കൽമുഹൽ യശ്ഫിൽ വുജൂഹ് ബിസശ്ശറാബ് വസാത്ത് മുർതഫഖാ. നരകമാകുന്ന കത്തിച്ചൊലിക്കുന്ന തീപ്പന്തത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട കരങ്കൂസുകള് കൊല്ലങ്ങളോളം അവിടെ കിടന്നുകൊണ്ട് ദാഹിച്ച് വലഞ്ഞുകൊണ്ട് നെഞ്ചു പൊട്ടിയിട്ട് പടച്ചവനോടൊരൽപ്പം വെള്ളത്തിന് വേണ്ടി കെഞ്ചുമ്പോ അവരുടെ താഴെ ചുണ്ട് പൊക്കിളിന്റെ അടിയിലേക്ക് നീണ്ടുപോയാൽ, മേലെ ചുണ്ട് നെറുന്തലയിലേക്ക് നീണ്ടുപോയാൽ, നാക്കൊക്കെ കിലോമീറ്ററുകൾ നീണ്ടുപോയാൽ, ഒരൽപ്പം വെള്ളത്തിന് വേണ്ടി പടച്ചതമ്പുരാനോട് കെഞ്ചുമ്പോ ഇന്ന് നിങ്ങൾ പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹ് പറയുകയാണ്, അല്ലാഹ് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളമാണ് ആസിഡ് പോലെയുള്ള വെള്ളമാണ്, ഉരുക്കിയ ലോഹം പോലെയുള്ള വെള്ളമാണ്. അതങ്ങ് കുടിക്കാൻ ദാഹിച്ച് വലഞ്ഞ ഒട്ടകങ്ങള് പാത്രത്തിലേക്ക് മോന്ത കുത്തും പോലെ ഈ അലമ്പുകളായ ചവറുകളായ കരങ്കൂസുകളായ തോന്നിവസികളായ ഈ അവിശ്വാസികളായ നിർഗുണ വിഭാഗം അങ്ങ് മോന്ത കുത്തുമ്പോ അല്ലാ അല്ലാ യശ്ഫിൽ വുജൂഹ്, മുഖമങ്ങ് കരിയുന്നതാ, മുഖമങ്ങ് പൊരിക്കുന്നതാ. യശ്ഫി എന്ന വാക്കിന്റെ നേരെ അർത്ഥോ മുഖമങ്ങ് ശവായി ആകുന്നതാ. ശവായി എല്ലാരും കേട്ട് പരിചയമില്ലേ? അത് നരകത്തിലുണ്ട് ശവായി. യശ്ഫി മുളാരിയ ഫെയിലാണ്. ശവായി ആര്? ഈ വെള്ളം കാണുമ്പോ മുഖം കെട്ട് അടുപ്പിക്കും കുടിക്കാൻ. അപ്പൊ യശ്വി അവനങ്ങട്ട് ശവായി ആവും എന്ന് ഖുർആൻ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇവിടുത്തെ ശവായി തരക്കടില്ല, പക്ഷെ നരകത്തിൽ ശവായി ആയ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൽ നിന്ന് അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഇനി പലിശക്കാരെ അള്ളാഹു പിടിച്ച് മുക്കണ ഒരു വെള്ളമുണ്ട്, അതിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ ഈ മഴ കിട്ടാതിരിക്കാനും ഇവിടെ സകല മുസീബത്തുകൾക്കും പ്രധാനപ്പെട്ട കാരണം പലിശക്കാരാണ്. ഞാൻ നേരിടുന്ന വെല്ലുവിളിക്കും പ്രധാനപ്പെട്ട കാരണം പലയിടത്തും പലിശക്കാരാണ്. അത് ഞാൻ എന്റെ പ്രസംഗത്തിൽ പലയിടത്തും പലിശക്കെതിരെ ശക്തമായിട്ട് നിലപാടിൽ പ്രസംഗിക്കാറുണ്ട്. അതുകൊണ്ട് ഓലൊക്കെ പലയിടത്തും എനിക്ക് എതിരാലുണ്ട്. അള്ളാഹു താല അവരൊക്കെ നന്നാക്കി കൊടുക്കട്ടെ. എവിടെയാണ് ഇവിടെ വെള്ളമില്ലാതിരിക്കാൻ പ്രധാനപ്പെട്ട കാരണം പലിശക്കാരാണ്. കാരണം എന്തുകൊണ്ട്? അവർ അള്ളാഹുവിന്റെ ശാപപാത്രങ്ങളാണ്. അവര് തലയിൽ കെട്ടിയിട്ടും കാര്യമില്ല, തൊപ്പി ധരിച്ചിട്ടും കാര്യമില്ല, ടവല് മടക്കിയിട്ടും കാര്യമില്ല, നിസ്കാരം ഉണ്ടായിട്ടും കാര്യമില്ല, പള്ളിയിൽ വന്നിട്ടും കാര്യമില്ല, ഫിത്തന പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ശക്തമായ പോരാട്ടം ഞാൻ നിർത്തുമെന്ന് കരുതിയിട്ടാണ് ഈ കളി കളിക്കുന്നതെങ്കിൽ ഭ്രാന്താലയത്തിൽ അന്തേവാസികളാണ്. അത് ഈ സ്ഥലമല്ല. എന്റെ ഈ പ്രസംഗം പല ഭാഗത്തുനിന്നും ലോകത്തിന്റെ പല ഭാഗത്തും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുന്നത്, ഇവിടെ വേണ്ടി മാത്രമല്ല. എന്റെ ഈ പ്രസംഗം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പലിശക്കെതിരെയുള്ള പ്രസംഗം നിർത്തുമെന്നാണ് നിങ്ങൾ കരുതിയതെങ്കിൽ അത് വ്യാമോഹമാണ്. ഇല്ല, അത് തൊട്ടവനും തൊടാൻ വേണ്ടി പ്രേരിപ്പിച്ചവനും തിന്നവനും അത് തീറ്റിച്ചവനും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും പടച്ചവൻ ശപിച്ചിരിക്കുന്നു എന്നാണ് മുസ്തഫ നബി പറഞ്ഞതെങ്കിൽ ഈ പലിശക്കെതിരെയുള്ള എന്റെ പോരാട്ടം നിർത്തുമെന്ന് കരുതിയിട്ടാണ് ചില ആധിപത്യ സ്വഭാവത്തിൽ ആരെങ്കിലും രംഗപ്രവേശനം വന്നതെങ്കിൽ അവർ വിട്ടുകളുടെ സ്വർഗത്തിലാണ്.
എന്നോടൊരാള് വിളിച്ചുകൊണ്ട് ഫോൺ ചെയ്തു. ഞാൻ ശക്തമായ പ്രസംഗം നടത്തിയതിന്റെ പേരിൽ നിങ്ങളെ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇല്ല ഇല്ല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ ഇവിടെ ഉണ്ടെങ്കിൽ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന ദിക്ർ ഇവിടെ ഉണ്ടെങ്കിൽ, ഖുൽ ഹുവല്ലാഹു അഹദ് ഇവിടെ ഉണ്ടെങ്കിൽ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് ഇവിടെ ഉണ്ടെങ്കിൽ, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഇവിടെ ഉണ്ടെങ്കിൽ, ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏത് റൗഡികളെ കൂട്ടുപിടിച്ചാലും ഏത് തമ്മാടികളെ കൂട്ടുപിടിച്ചാലും ഹസ്ബി അല്ലാഹു അലൈക എന്ന് പറഞ്ഞു. അല്ലാഹു നമ്മളൊക്കെ സലാമത്താക്കി തരട്ടെ. ഇവിടെ ദീന് ദഅവത്ത് നടത്തണ്ട്, ഇവിടെ മുസീബത്തുകൾ പറഞ്ഞു കൊടുക്കണ്ട്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. അപ്പൊ കള്ളുകുടിയന്മാർക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണ്ട്, പലിശക്കാർക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണ്ട്, വ്യഭിചാരികൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണ്ട്. പറഞ്ഞു കൊടുക്കുന്നവൻ തെറ്റുകാരനാണെങ്കിലും പറഞ്ഞു കൊടുക്കാതിരുന്നാൽ അത് മറ്റൊരു തെറ്റാകുമെന്നാണ് പണ്ഡിതന്മാരെ പഠിപ്പിച്ചതെങ്കിൽ അല്ലാഹുവേ ദഅവത്ത് നിലനിൽക്കണം തമ്പുരാനെ. അതിന് നീ എല്ലാ സ്ഥലങ്ങളിലും മുഹിബ്ബീങ്ങളെ തരണേ അല്ലാഹ്. ഒരു സ്ഥലത്ത് പലിശക്കെതിരെ പ്രസംഗിച്ചു. അപ്പൊ അയാള് സംഘാടകരോട് ചോദിച്ചാലോ, പിന്നെ മൂപ്പര് വന്ന വണ്ടി ആരുതാണ്? ഞാൻ പോയ വണ്ടി അത് മൂപ്പര് തന്നെയാണ്. ഇന്നോവ മൂല്യന്മാർക്ക് വന്നു. പിന്നെ മൂപ്പര് അസൂയായി മല. നമ്മള് വാടക വിളിച്ചു പോയ മൂപ്പർക്ക് പ്രശ്നമില്ല. എന്തെല്ലാം സൈസ് അസൂയാണെന്ന് പറയാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വേറെ കുഴപ്പമൊന്നുമല്ല. നമ്മള് ഒരു ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോവാ മൂല്യന്മാര്. എന്നിട്ട് ആജയമാര് വലിയ വലിയ പണക്കാരെ കാണുമ്പോ, വലിയ കുടുംബാധിപത്യമുള്ള ആളെ കാണുമ്പോ ഇത് വറക്കണേട്ടാ സ്വന്തം തന്നെയല്ലേ, പിന്നെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമെങ്കിൽ ചില്ലാനും തരാൻ മറക്കരുതിട്ടാ, നല്ല രസാ. അത് കീഴിലിങ്ങനെ മൈദപ്പൊടി വരണ്ടിയിരിക്കണം. അതിന്റെയൊക്കെ കാലം കഴിഞ്ഞു മക്കളെ. അതിന്റെയൊക്കെ കാലം എന്നോ കഴിഞ്ഞു. പട്ടിണി പാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉസ്താമാര്. ഇപ്പൊ ഉസ്താമാരെ കയ്യിലൊക്കെ നല്ല പൈസ ഉണ്ട്. നിങ്ങളെ അസൂയ കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ ഉസ്താമാരെ കയ്യിലൊക്കെ നല്ല പൈസ ഉണ്ട്. അസൂയ കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നന്നാ നോക്കാന്നല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. നന്നാ നോക്കാം. ദേഷ്യം ഉണ്ടോ, കഴിഞ്ഞ പാറമ്മ പോയിട്ട് നല്ലോണം കടിച്ചോ, എന്നിട്ട് അങ്ങനെ കരഞ്ഞിരുന്നോ, വേറെ വഴിയുണ്ടോ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്തെല്ലാം ഞാൻ ഏതെങ്കിലും ഭാഗമല്ല, മൊത്തമുള്ള കാര്യം പറയാം. എന്തെല്ലാം കാര്യം അത് ഉസ്താമാർക്ക് നിയമത്തിണ്ടാൻ പാടില്ല. അത് മറ്റോരെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് ഇങ്ങനെ കഴിയണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആലിമ്യങ്ങളെ കയ്യിലൊക്കെ ഹലാലായ പൈസ അള്ളാഹു തല കൊടുക്കട്ടെ. എന്നാലേ ദഅവത്ത് നടത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവരെ ഒരു പേരക്കുട്ടിയായിട്ട് നിൽക്കേണ്ടി വരും. ഇവിടെ കുടുംബാധിപത്യം അളകുന്ന ആൾക്കാരുണ്ടല്ലോ, അത് വിട്ടുകൊടുക്കാതിരുന്ന ഓലെ നമ്മളെ മേലെ രാജാവല്ലേ. അപ്പൊ നമുക്ക് ജീവിക്കാൻ പൈസ ഇല്ലെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോവും. മുണ്ടി വിരിക്കേണ്ട അവസ്ഥ വന്നാൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതൊന്നും പാടില്ല. അങ്ങോട്ട് പോകാനും പാടില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല. അങ്ങനെ നിക്കണം. ഇവിടെ ഒരു ഓന്തുമാതിരി നിക്കണം. അതിന് വേറെ ആളുകൾ നോക്കി അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കണേ, ചിന്തിക്കണേ. അസൂയയിൽ നിന്ന് രക്ഷപ്പെടണം, അഹങ്കാരത്തിൽ നിന്ന് രക്ഷപ്പെടണം, കളവ് പറയുന്നതിൽ നിന്ന് രക്ഷപ്പെടണം, പലിശയിൽ നിന്ന് രക്ഷപ്പെടണം. അതേ, പെണ്ണുങ്ങളുമായി കൂടിയിരുന്നു കൊണ്ട് സ്വറ പറയുന്ന പാലത്തിൽ നിന്ന് രക്ഷപ്പെടണോ, പന്തലിൽ നിന്ന് രക്ഷപ്പെടണോ? ഇതൊക്കെ പറഞ്ഞതിന്റെ പേരിലാണ് പോർവിളിയെങ്കിൽ ഇത് അമ്പിയാക്കൾക്കെതിരെ ഉണ്ടായതാണ്, സ്വഹാബാക്കൾ നേരിട്ടതാണ്. അവരാരായിരുന്നു? അവരൊരു തെറ്റും ചെയ്യാത്ത മഹാന്മാരായിരുന്നു. നമ്മൾ ആരാണ്? എല്ലാ തെറ്റിലും ഒഴുകുന്ന ആളുകളാണ്. അതുകൊണ്ട് നമുക്കെതിരെ ഏതെങ്കിലും ജില്ലയിൽ നിന്ന്, ഏതെങ്കിലും മഹലിൽ നിന്ന്, ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിന്ന് അതാ ദഅവത്ത് നടത്തിയതിന്റെ പേരിൽ ആരെങ്കിലും ഉറഞ്ഞു തുള്ളുന്നതെങ്കിൽ അള്ളാഹു അവരെയും നമ്മളെയോ ദീനിന്റെ പേരിൽ നന്നാക്കട്ടെ. അതോടുകൂടി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണോ, വെള്ളമില്ലാതിരിക്കാൻ കാരണം നമ്മൾ തന്നെയാണ്. ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഞാനാ, കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെ പോലെയുള്ള നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളാണ്. ഓ ചെറുപ്പക്കാരെ, നമ്മൾ നന്നാവുക എന്നതല്ലാതെ വേറെ വഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ പറയുകയാണ്, ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ.
നിങ്ങളൊന്ന് മര്യാദക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന തമ്മാടിത്തരങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ നിങ്ങളെ ദോഷം പുറത്തു തരും എന്ന് മാത്രമല്ല പറഞ്ഞത്, നിങ്ങൾക്ക് നല്ല മഴ തരാം. ഇനിയും മഴ കിട്ടാൻ മറ്റൊരു കാരണം ഞാൻ പറഞ്ഞു തരാ, കേട്ടോളൂ. ഇത് പറഞ്ഞ കാരണത്താൽ എനിക്കെതിരെ എന്തെങ്കിലും മുദ്രാവാക്യം വിളിച്ചിട്ട് കാര്യമില്ല. ഇത് ദീനിന്റെ ആശയമാണ്. സമർക്കന്തിൽ ഒരുപാട് മാസങ്ങളായി മഴയില്ലാതെ സമർക്കന്തിലുള്ള മനുഷ്യന്മാരൊക്കെ കഷ്ടപ്പെട്ടു, നിരന്തരമായി മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു, എന്നിട്ടും മഴ കിട്ടിയില്ല. അപ്പോഴാണ് അവിടെയുള്ള ഖാദിയാരുടെ നേതൃത്വത്തിലായി മഹാനായ മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിലേക്ക് പോയിട്ട് സമർക്കന്തിലുള്ള മനുഷ്യന്മാരൊക്കെ അങ്ങ് കൂടിയിട്ട് ദുആ ചെയ്യുകയാണ്. അത് ശിർക്കാണെന്ന വിശ്വാസമില്ല, കുഫറാണെന്ന ചിന്തയില്ല. നാഴികക്ക് 40 വട്ടം ഇതൊക്കെ ചെയ്തതിന്റെ പേരില് ശിർക്കും കുഫറും ആരോപിച്ച് നടക്കുന്ന ആളുകള് ക്ലിക്കാവാതിരുന്നപ്പോൾ മറ്റു പല ഭാഗങ്ങളിലൂടെയും മനുഷ്യനെ തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുവെങ്കിലോ നിങ്ങളുടെ മേലെ അല്ലാഹു ഉണ്ടെന്ന വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ഏത് ഫിത്ന ഉണ്ടാക്കിയാലും ഏത് ഫസാദ് ഉണ്ടാക്കിയാലും നിങ്ങൾ കുഴിച്ച കുഴിയിൽ നിങ്ങൾ വീഴുമെന്നല്ലാതെ ദീന് തകർക്കാൻ കഴിയൂല. സമർക്കന്തിലുള്ള ആളുകൾ മൊത്തം മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിലേക്ക് ചെല്ലുകയാ. എല്ലാവരും കൂടിയിരുന്നു കൊണ്ട് ദുആ ചെയ്യുകയാണ്, കരയുകയാണ്. പിന്നെ സമർക്കന്തില് ആഴ്ചകളായി മഴ തന്നെ, വെള്ളക്ഷാമം അങ്ങ് പോവുകയാണ്. അതുകൊണ്ട് മഴ കിട്ടാനുള്ള പ്രധാനപ്പെട്ട മാർഗം മഹാന്മാരെ അവലംബിക്കലാണ്. അല്ലാഹുവേ, നിന്റെ മഹളായ ഫദ്ല് കൊണ്ട്, ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട്, ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, ശൈഖ് ജിലാനിയുടെ ബർക്കത്ത് കൊണ്ട്, മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമയുടെ ബർക്കത്ത് കൊണ്ട് ഈ മാസം ലോകത്തോട് വിട പറഞ്ഞ മഹാന്മാരായ സിദ്ദീഖുൽ അക്ബറിന്റെയും ഹുജ്ജത്തുൽ ഇസ്ലാമിന്റെയും ബഹുമാനപ്പെട്ട ഖാദി ഇയാളിന്റെയും ആദം ഹദ്റത്തിന്റെയും ഒക്കെ ഉസ്താദിന്റെയും കരിങ്കപ്പാറ ഉസ്താദിന്റെയും ബർക്കത്ത് കൊണ്ട് ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന ബാവോജി അടക്കമുള്ള സ്വാലിഹീങ്ങൾ സ്വാലിഹാത്തിന്റെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ ദഅവത്തിനുള്ള സൗകര്യം നൽകണേ അല്ലാ. നീ ഒരു കാര്യം ദുആക്ക് ഇജാബത്ത് നൽകുന്നത് അനുഭവത്തിൽ ബോധ്യപ്പെടുന്നതാണ്. എവിടെയും നീ ദീനിയായി പാവപ്പെട്ടവനെ സ്നേഹിക്കുന്ന ഒരുപാട് മുഹിബ്ബീങ്ങളെ തരുന്നുണ്ട്. അതുകൊണ്ടാണ് ദഅവത്ത് നടന്നു പോകുന്നത്. അവരെയൊക്കെ കീഴ്പ്പെടുത്താൻ വേണ്ടി ആരെങ്കിലും പോയാൽ നിന്നെ ചിന്തിച്ചുകൊണ്ട് മറുപടി പറഞ്ഞുകൊണ്ട് ഇരുത്തേണ്ടടുത്ത് അവർ ഇരുത്താറുണ്ട്. അത് ഞാൻ പോലും അറിയാറില്ല. അങ്ങനെ നിന്റെ മാർഗത്തിലുള്ള മുഹിബ്ബീങ്ങള് നിന്റെ ദീനിന് വേണ്ടിയുള്ള ദഅവത്തിന് വേണ്ടി ഇവിടെ എന്ന് മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും നീ നൽകണേ അല്ലാഹ്. നിന്റെ ദീനിനെ ഏറ്റെടുത്തതാണ്, അതിനെ ശക്തിപ്പെടുത്തുന്നതാണ്. അതിന് എന്നെ പോലെയുള്ള മുതഅല്ലിമീങ്ങൾക്കോ വലിയ വലിയ പ്രഭാഷകന്മാർക്കോ അവസരം കിട്ടുന്നുവെങ്കിൽ അതിനെ ചെയ്യുന്ന നിഅമത്താ, അതിനെ നിലനിർത്തണേ അല്ലാഹ്. അത് മുടക്കാൻ വരുന്നവരെ നിന്നെ ഏൽപ്പിക്കുന്നു റബ്ബേ. അവരെ നീ ഹിദായത്തിലാക്കണേ അല്ലാഹ്. ഇല്ലെങ്കിൽ അവരെ ശർറിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ലോക മുസ്ലിമീങ്ങൾ എല്ലായിടത്തും വലിയ അപകടത്തിലാണ്. ഒരു സ്ഥലത്ത് ട്രംപാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് മോഡിയാണെങ്കിൽ ഇങ്ങനെ വല്ലാത്ത ഫിത്നയിലും ശർറിലും അപകടത്തിലും പരീക്ഷണത്തിലുമാണ്. അവരുടെയൊക്കെ ചതികളെ നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണ് റബ്ബേ. ഈ ഉമ്മത്തിനെ തകർക്കാൻ വേണ്ടി വല നെയ്തുകൊണ്ടിരിക്കുന്ന വലയിൽ അവരെ തന്നെ പെടുത്തിയിട്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കണേ അല്ലാഹുവിടെ നൽകിയ സകല സംഭാവനയും സ്വീകരിക്കട്ടെ. ഞാൻ ട്രംപിനും ഒക്കെ പറഞ്ഞപ്പോഴാണ് തകർക്കാൻ തോരുന്നത് കേട്ടോ. വേറെ ലോകമൊക്കെ ഒരുമിപ്പിക്കാനും ഹിദായത്തിലാക്കാനും തോരുന്നത്. ഞാൻ അവിടെ ഇവിടെയും താലിയും പാലിയും കട്ടിട്ട് നടുപിടിച്ചിങ്ങനെ നടക്കാൻ നിൽക്കണ്ട. ട്രംപും മറ്റൊക്കെ പറഞ്ഞപ്പോഴാണ് തകർക്കാൻ തോരുന്നത്. മറ്റുള്ളതിനൊക്കെ ഞാൻ പറഞ്ഞത് എല്ലാവരും ഒരുമിപ്പിക്കണമെന്നാണ്. കാരണം ഈ ഉമ്മത്തിൽ ഒരൊറ്റ ആളും തകരാൻ നമ്മൾ കൊതിക്കാൻ പാടില്ല. അല്ലാഹു തആല എല്ലാവരെയും നന്നാക്കി കൊടുക്കട്ടെ. മുസ്ലിമീങ്ങളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മുഴുവൻ ആളുകളെയും അവര് കുഴിച്ച കുഴിയിൽ അല്ലാഹു തആല അവരെ തന്നെ പെടുത്തട്ടെ. അല്ലാഹു ഈ സദസ്സ് കബൂലാക്കി തരട്ടെ. പറഞ്ഞതും കേട്ടതും അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു പറഞ്ഞതും കേട്ടതും കബൂലാക്കട്ടെ. ഇവിടെ നൽകിയ സംഭാവനകളൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ.